ജീവിതത്തിൽ നമ്മെ നിലനിർത്തുന്ന ഒന്ന് ദൈവം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകനായ എസെക്കിയേലിന് ലഭിക്കുന്ന ഒരു ദർശനത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് തന്നെ വെള്ളത്തിലേക്ക് നയിക്കുന്ന ഒരു ഭാഗം വിവരിച്ചിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഗോപുരത്തിൽ കൂടി പുറത്ത് ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. പ്രവാചകൻ ചില ദർശനങ്ങളെ കാണുകയാണ്. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. ആദ്യം ഒരു 1000 മുഴം അളക്കുന്നുണ്ട്. ആ സമയത്ത് നരിയാണിയോളം വെള്ളം എത്തുന്നു. വീണ്ടും 1000 മുഴം അളക്കുമ്പോൾ മുട്ടോളം എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടില്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണിത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആത്മാവിന്റെ നദിയിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു വിവരണമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. ഈ നദിയുടെ ചില പ്രത്യേകതകളെ കുറിച്ച് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ഈ വെള്ളം കിഴക്ക് ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. അപ്പോൾ പലയിടത്തുനിന്നും ഒഴുകി പോകുന്ന വെള്ളം കടലിലേക്ക് വീണിട്ട് കടലിലെ വെള്ളത്തെ പഥ്യമാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നദി, ദൈവത്തിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ നടത്തിപ്പ് എവിടെയുണ്ടോ അവിടെയൊക്കെ മാലിന്യങ്ങൾ നീങ്ങി ചിലതൊക്കെ പ്യൂർ ആയിത്തീരുന്നതായിട്ടാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെയും കാണുവാൻ കഴിയുന്നു: ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. ഈ നദിയുടെ ഒരു പ്രത്യേകത വൃക്ഷത്തെ നിലനിർത്തുന്നതാണ്. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നിലനിർത്തുന്ന ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് ഈ വേദഭാഗങ്ങളോട് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. ഈ നദിയുടെ ഒരു പ്രത്യേകത അത് എല്ലാത്തിനെയും പഥ്യമാക്കി തീർക്കുന്നുണ്ട്. അത് ചെല്ലുന്നിടത്തൊക്കെയും ചിലതൊക്കെ ജീവിക്കുന്നുണ്ട്. ശൂന്യമായി കിടക്കുന്ന മേഖലകൾ, മരണത്തിന്റെ അവസ്ഥ പോലുള്ള പ്രതീക്ഷയില്ലാത്ത മേഖലകളിൽ ഈ നദി കയറി ചെല്ലുമ്പോൾ അവിടെ ജീവൻ ഉളവാകുന്നുണ്ട്, പലതും ജീവിക്കുന്നുണ്ട്. അവിടെ പല വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ വൃക്ഷത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ നദിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് എന്നാണ് പ്രവാചകൻ ഇതിൽ രേഖപ്പെടുത്തുന്നത്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. അപ്പോൾ ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു വർധനവ് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ വളരെ മത്സ്യം ഉണ്ടാകുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ചലിക്കാത്തത്, ജീവനില്ലാത്തതിനെ പോലും ജീവിപ്പിക്കുന്ന ഒരു നദിയായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നത്. അത് അവിടെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഏതൊക്കെ മേഖലയിൽ എത്തുന്നു അവിടെയൊക്കെ ഒരു ജീവൻ ഉണ്ടാകുന്നു, അവിടേക്ക് ഒരു ചൈതന്യം ഉണ്ടാകുന്നു. പാഴും ശൂന്യമായി കിടന്ന ഭൂമിയുടെ മേൽ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ നമുക്കറിയാം അവിടെ ചില ദൈവപ്രവർത്തികൾ ഉണ്ടായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നു: അതിന്റെ കരയിൽ എൻഗേദി മുതൽ എഗ്ലിയം വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. അപ്പോൾ വീണ്ടും അവിടെ ഒരു അനുഗ്രഹമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ ചേറ്റുകളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പടയ്ക്കായി വിട്ടേക്കും. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഫലമില്ലാത്ത ഒരു അനുഭവം ഉണ്ടാകത്തില്ല, ഇല വാടത്തില്ല. പ്രൈസ് ലോർഡ്. എപ്പോഴും ഹല്ലേലൂയ കർത്താവിന്റെ വശത്തിൽ 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ ആറ്റിരിക്കുന്ന നട്ടിരിക്കുന്ന ഒരു അനുഭവം, തക്ക കാലത്ത് ഫലം കഴിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട്, വെള്ളത്തിന്റെ ഗന്ധകം കൊണ്ട് അറ്റുപോയത് പോലും
ജീവൻ പ്രാപിപ്പാനിടയായി തീരും. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പുതിയ ഫലം കായ്ക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും, അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.